ഹായ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ തൊട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്ന് രാവിലെ കുത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കുത്തപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അരി അരച്ചിട്ട് അതിൽ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് കുറച്ച് ഉപ്പിട്ടിളക്കി പിന്നെ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കലിട്ടോ ഞാൻ. അപ്പോൾ കുത്തപ്പത്തിൻ്റെ പണിത്തിരക്കിലാണ്. അപ്പം നായ്ക്കുട്ടികൾ ഇത് തിന്നാത്തതുകൊണ്ട് അവർക്ക് കുറച്ച് ദോശ ഉണ്ടാക്കണം, ഒരു 4-5 ദോശ. അപ്പോൾ അതിനുള്ള മാവ് ഞാൻ മാറ്റി വെച്ചിന്. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം അതൊന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതാണെങ്കിൽ അവർക്ക് തീരെ ഇഷ്ടമല്ല കേട്ടോ. എന്നാലും അതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ പിച്ചി കൊടുക്കും. പക്ഷേ അതിനോട് വലിയൊരു താല്പര്യം ഉള്ളതായിട്ട് അവർക്ക് തോന്നാത്തതുകൊണ്ട് ഇവിടെ അത് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ദോശ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ കറിയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചിന് കേട്ടോ, നല്ലോണം റെഡിയാക്കി. അപ്പോൾ ഇന്നലെ രാത്രിയിൽ വെച്ച ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം കറിയൊക്കെ ഞാൻ രാത്രിയിൽ തന്നെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ, അത് പെട്ടെന്നൊന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലെ എല്ലാം കൂടി നടക്കൂല, ഗ്യാസും കൂടി ഇല്ലാത്തതുകൊണ്ടുള്ളൊരു പ്രോബ്ലമാണ്. അത് എടുത്തെടുത്ത് പറയുകയാണ്. അപ്പോൾ പാപ്പമോളെ എണീച്ച് രാവിലെ ഓളെ കാര്യങ്ങളൊക്കെ കഴിച്ച് വന്ന് കിടക്കുക കേട്ടോ. ഇനിയിപ്പം കുറച്ച് കഴിഞ്ഞാൽ ചായ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ളൊരു കിടത്താണ്. അടുക്കളയിലേക്ക് നോക്കി അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ചേട്ടൻ പോകാനുള്ളൊരു തയ്യാറെടുപ്പൊക്കെ ആയി തുടങ്ങിയാണ്. അപ്പോൾ വേഗം കുത്തപ്പൊക്കെ ഉണ്ടാക്കേണ്ട ഒരു സൈഡിൽ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ചോറ് വേഗം വെച്ചെടുത്തതാണ്. അപ്പോൾ ചേട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രം. ബാക്കിയുള്ളത് പിന്നെ ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കുകയുള്ളൂ. അപ്പം ദോശ ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ടോ. അവർക്ക് വേഗം ചായ കൊടുക്കണ്ടേ. അപ്പോൾ എല്ലാ പണികളും കഴിയുന്ന വരെയൊന്നും കാത്തു നിൽക്കലില്ല കേട്ടോ. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളത് ആ ഒരു സമയത്ത് തന്നെ കൊടുക്കും. കാരണം അത് വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ അവർ. അപ്പം നമ്മളെ വയറിലേക്ക് ആക്കണതിൻ്റെ മുന്നേ തന്നെ അത് അവർക്ക് കൊടുക്കണം കേട്ടോ, എന്നാലേ സമാധാനമുള്ളൂ. അപ്പോൾ ഞാൻ അതൊരു സൈഡിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കുത്തപ്പം ഒരു സൈഡിലുണ്ട്. അപ്പോൾ 2-3 ദോശയായിന്. ഇനി ഒരു 2 കൂടിയുള്ള മാവുണ്ട്, അതും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മീൻ കറി ആണെങ്കിലും ചിക്കൻ കറി ആണെങ്കിലും ഇതൊന്ന് കുഴച്ച് കൊടുത്താൽ അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് രണ്ടാൾക്കും. പിന്നെ ഈ വെള്ളപ്പം, ഇഡ്ഡലി, ഉഴുന്ന് അരച്ചിട്ടുള്ള ദോശ അതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അതിനൊക്കെ ഒരു പുളിയല്ലേ, അതുകൊണ്ട് ഇഷ്ടമല്ല. വെള്ളപ്പം വലിയൊരു ഇഷ്ടമൊന്നുമല്ല കേട്ടോ. ഇങ്ങനെ ഈ ദോശ, പുട്ട് കാര്യങ്ങൾ അവർക്ക് അതാണ് താല്പര്യം. അപ്പോൾ ഞാൻ അത് അനുസരിച്ച് എടുക്കും. അപ്പം നന്ദുമോള് പറയും ചെയ്യും, അമ്മ ഞാനും ഈ കുത്തപ്പം തിന്നൂല, എന്നിട്ട് അമ്മ എനിക്കൊരു ദോശ പോലും ഉണ്ടാക്കി തരില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ മനുഷ്യരാണ്, എന്ത് വേണേലും തിന്നാം, അവർക്ക് അതുപോലെയല്ല എന്ന് പറയും കേട്ടോ ഞാൻ. എന്നിട്ട് അമ്മൻ്റെ പുന്നാര കുട്ടികൾ ഓരാന്നൊക്കെ പറയും നന്ദു, അതാന്ന് ഞാനും പറയും. അപ്പോൾ കുത്തപ്പമൊക്കെ സെറ്റായിന് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വീർത്തൊക്കെ വന്നണേ, ഇങ്ങനെ പൊള്ളച്ച് വരണം, അതൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല മധുരമുള്ള ചായ ഉണ്ടെങ്കിൽ ഇതിന് കറിയൊന്നും വേണ്ട. അപ്പോൾ അത് നല്ലോണം വെന്ത് ഉഷാറായതാണ്. അപ്പോൾ അൻഷേട്ടന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ ബാഗിലാക്കി കൊടുത്തിട്ട് പോവുകയാണ് കേട്ടോ. സമയം 7:30 ആവാനായി. ചേട്ടന് 7:30 ആയാൽ ഇറങ്ങും കേട്ടോ. കുറച്ച് ദൂരെയാണ് പണി. ഇപ്പം പോയാലേ 8:30 ആകുമ്പോഴേക്കും അവിടെ എത്തുള്ളൂ. അപ്പം ചേട്ടൻ അതാ പോകാനുള്ള തയ്യാറെടുപ്പായി. ചേട്ടൻ പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ ചെയ്തു തുടങ്ങും ഞാൻ. ഇത് വേഗം എല്ലാം ഒന്ന് ബാഗിൽ സെറ്റാക്കി കൊടുക്കണം. അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ അതാ പോവുകയാണ്. അപ്പോൾ രാവിലെ എന്നും ഞാനിങ്ങനെ നോക്കും കേട്ടോ. പിന്നെ കുഞ്ഞ് സൗന്ദര്യ പിണക്കങ്ങളുണ്ടെങ്കിൽ മാത്രമേ പോകുന്നതൊന്ന് എന്താ പറയുക, എന്നാലും നോക്കുമെങ്കിലും പിന്നെ ഞാൻ പുറത്തേക്കൊന്നും വല്ലാണ്ട് വന്ന് നോക്കില്ല, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ പാപ്പുമോള് വേഗം പടിയുമ്പോൾ കയറിയിരിക്കുന്നുണ്ട്. ചേട്ടൻ പോകണുണ്ടിട്ട് ചേട്ടൻ വണ്ടിയായിട്ട് റോട്ടുമിലേക്ക് വന്നതാട്ടോ. ഞങ്ങളെ വീടിൻ്റെ മുന്നിൽ തന്നെ റോഡാണേ. അപ്പോൾ റോട്ടുമിലേക്ക് വന്നപ്പോൾ പാപ്പുമോൾ ചേട്ടനെ തന്നെ നോക്കിക്കുക, അച്ഛൻ പോവാണ് കേട്ടോ, അച്ഛൻ പോവാണ്, മോളെ ഇറങ്ങിക്കോ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആൾ പോയിട്ടോ. അപ്പോൾ ഇനി ഓൾക്കൊരു മൂഡ് തോന്നിയാലേ ഓൾ ഇറങ്ങുള്ളൂ. ചേട്ടൻ പോയാൽ ഭയങ്കര സങ്കടം കേട്ടോ. അപ്പോൾ ഇനി അവിടെ വെച്ച് പോയ വെച്ചിട്ടൊന്നും കുഴപ്പമില്ല, അവൾക്ക് ഇറങ്ങണമെന്ന് തോന്നിയാൽ അവൾ താഴേക്ക് ഇറങ്ങിക്കോളും, കൊലായിലേക്ക് ഇറങ്ങിക്കോളും. അപ്പോൾ ഇനി ഇവർക്ക് വേഗം ഒന്ന് ചായയൊക്കെ കൊടുക്കണം, അതാണ് ഇനി അടുത്ത പ്ലാൻ. എന്നിട്ട് ബാക്കി പണികൾ തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം റോക്കിക്ക് വേണ്ടിയിട്ട് 2 ദോശ മുറിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം റോക്കി മോന് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓനാണ് നേരം വെളുത്താൽ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് കിടന്നിട്ട് അടുക്കളയിലേക്ക് നോക്കി നിൽക്കുക. ഓൻ ഏത് നേരം കണ്ണടുക്കളയിലേക്കാണ്, നമ്മളെന്തെങ്കിലും കൊടുക്കുമെന്നോ നമ്മളെന്താ ചെയ്യണമെന്നൊക്കെ നോക്കി കിടക്കൂട്ടോ. അത് എപ്പോഴായാലും ഓൻ അങ്ങനെ തന്നെയാണ്. ഞാൻ അടുക്കള വാതിൽ വേഗം രാവിലെ എണീച്ചാൽ തുറക്കൂട്ടോ അവനെ കാണാനായിട്ട്. അപ്പോൾ ഓൻ്റെ രാത്രിയിൽ ഓൻ കിടക്കാൻ വേണ്ടിയിട്ട് ഷീറ്റൊക്കെ തൂക്കി ഇട്ട് കൊടുക്കും. അപ്പോൾ അതൊക്കെ തൂക്കിയിട്ടതൊക്കെ ഞാൻ രാവിലെ വേഗം എടുത്ത് മാറ്റും. ഓൻ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് നോക്കിയിട്ടൊരു കിടത്താണ്. അപ്പോൾ അതാ ഈ 2 ദോശ ഞാൻ കുഴച്ചിനെ, കുറച്ച് ചിക്കൻ കറിയുള്ളൂ, ഓവർ കറിയൊന്നും ഓൽക്ക് വേണ്ട, കുറച്ച് കറി മതി. പിന്നെ നല്ല പീസ് എടുത്ത് കൊടുക്കണം കേട്ടോ, ഓൽക്ക് അതൊരു ഇഷ്ടമാണ്. അപ്പോൾ ഇത് കുഴച്ചൊക്കെ കഴിഞ്ഞിട്ട് ഓല പാത്രത്തിലേക്ക് ഇട്ടിട്ട് മുകളിൽ ചിക്കനായാലും മീനായാലും ഒക്കെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതാട്ടം ഇഷ്ടം. ഇതിൻ്റെ കൂടെ കുഴച്ച് കൊടുക്കണതിനോട് അവർക്ക് താല്പര്യമില്ല. അപ്പോൾ ഞാൻ വേഗം അതൊക്കെ ഒന്ന് കുഴച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. പുറത്ത് ഡ്രമ്മിൻ്റെ മുകളിൽ കുറച്ച് പലക കഷ്ണം ഇങ്ങനെ അട്ടിക്ക് വെച്ചതുണ്ട്. എന്താ വെച്ചാൽ വെള്ളം നിറച്ച് വെച്ച ഡ്രമ്മാണ്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് ഓലെ പാത്രമൊക്കെ കഴുകി കമഴ്ത്തി വെക്കുക.
പിന്നെ രാത്രിയിൽ കിടക്കാനൊക്കെ ആയാലും അബി അതൊക്കെ എടുത്ത് ഒരു കവറിലാക്കിയിട്ട് ഒരു സ്ഥലത്ത് നല്ലോണം തൂക്കിയിടും കേട്ടോ. പിന്നെ രാവിലെ അതൊന്ന് എടുത്തിട്ടാണ് ഭക്ഷണം കൊടുക്കുക, ഒന്ന് കഴുകിയിട്ടൊക്കെ കൊടുക്കും കേട്ടോ. അപ്പോൾ അതാ കൂട്ടിലേക്കൊന്ന് വെച്ച് കൊടുക്കട്ടെ. ആൾ ഭയങ്കര നോട്ടത്തിലാണ് ഇന്നെ. അപ്പോൾ ഞാൻ ചെല്ലണ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. ഓൻ നമ്മൾ പുറത്തേക്ക് ഒരു പാത്രമായിട്ട് ഇറങ്ങണ കണ്ടാൽ ഓൻ വേഗം കൂട്ടുന്ന എണീച്ച് നിൽക്കും കേട്ടോ. ഓൻ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ ഇവൻ്റെ കൂട് നമ്മൾ അടുക്കളേൻ്റെ ഒക്കെ ബാക്കിലേക്ക് കേട്ടോ, ബാത്റൂമിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ ഓന് എന്താ കുഴപ്പമില്ല, അതൊരു സ്ഥലത്ത് സെറ്റാക്കി കൊടുത്തതാട്ടോ. അപ്പോൾ അതാൾ തിന്നാൻ വേണ്ടിയിട്ട് തലയിട്ടണേ. അപ്പോൾ ആ ചിക്കൻ ഞാൻ ദോശേൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വിതറി കൊടുത്തതാട്ടോ. ഓന് അങ്ങനെ വേണം, എന്നാലും ഓൻ തിന്നുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാ വേഗം ആൾ തിന്നാൻ വേണ്ടി റെഡി ആയി നിൽക്കുക. അപ്പോൾ ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. വെള്ളമാണേ കൊടുക്കൽ, ചായയൊക്കെ കൊടുക്കലുണ്ട്, പാലൊക്കെ കൊടുക്കലുണ്ട്. പക്ഷെ പാൽ ഇടയ്ക്ക് ഓന് എന്നും ആകുമ്പോൾ കുടിക്കാനൊരു മടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ നോക്കിക്കുക. അപ്പോൾ ഞാൻ അമ്മൻ്റെ കുട്ടി തിന്നോ, അമ്മൻ്റെ മോനല്ലേ എന്നൊക്കെ പറയുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ കൈ ഉണ്ട് അമ്മയ്ക്ക് എന്നൊക്കെയാണ് ഞാൻ പറയുന്നത്. ഇടയ്ക്ക് ഓനൊരു മറവിയാണത്. അപ്പോൾ ഇടയ്ക്ക് കൈയുമ്പോൾ തൊട്ട് കൊടുക്കണം, അപ്പം വേഗം തരൂ കേട്ടോ. അപ്പം കൈ വലിക്കുകയാണ്, തരൂല എന്നുള്ളത് ഒരു രീതിക്കാണ്, ഒരു പിണക്കാണ് കേട്ടോ. പക്ഷെ ആൾ പാവാണ്. അങ്ങനെ ഞാൻ മറ്റേ കൈ കൊണ്ടാന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പൊന്തിച്ചിട്ട് അവിടെ തന്നെ വെച്ചാൽ. അപ്പോൾ ഞാൻ ഒന്നും കൂടി കൈ തൊട്ട് കൊടുത്തപ്പോൾ എനിക്ക് വേഗം കൈ തരികയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ സ്നേഹം എന്ന് പറയുന്നത്. എന്താ പറയുക, നമ്മൾ സ്നേഹം കൊടുത്താൽ നേരത്തെ ഇന്നലത്തെ നമ്മളെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ തിരിച്ച് ഒരു പരിധിയില്ലാത്ത സ്നേഹം അങ്ങോട്ട് തരൂ കേട്ടോ. അതുപോലെ ഓരോ നോക്കും വേണം, അതാണ് ഏറ്റവും വലുത്. അപ്പോൾ ഇന്നലെ ഓൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി സെറ്റാക്കി കയറ്റിയതാട്ടോ ആളെ. എല്ലാ ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ അബി കുളിപ്പിക്കും കേട്ടോ രണ്ടാളെയും. അപ്പോൾ ആ ഒരു കുളി കഴിഞ്ഞതാണ്. അപ്പോൾ ഇന്നലെ വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്നലെ കുളിപ്പിച്ച് ആളെ ഉഷാറാക്കിയതാണ്. അപ്പോൾ നല്ല സോപ്പൊക്കെ വാങ്ങിയിട്ടൊക്കെയാണ് ആളെ കുളിപ്പിക്കുക. ഷാമ്പൂ ഉണ്ട്, സോപ്പുണ്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓർക്കായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുളിപ്പിക്കുമ്പോൾ ചെള്ളിൻ്റെ ശല്യമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഓരോ മേൽ അതിനൊക്കെയുള്ള സോപ്പും ഷാമ്പൊക്കെ ഇട്ടിട്ടാണ് കുളിപ്പിക്കുക. അതുകൊണ്ട് ഓർക്കും വലിയൊരു ചൊറിച്ചിലും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു ചെറുതായിട്ടുള്ള ചൊറിച്ചിലൊക്കെ അത് ഓരോ ശൈലിയായിട്ടുള്ളത് ഉണ്ടാകുമല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഓനെ ഞങ്ങൾ ഉഷാറാക്കിയിട്ട് തന്നെയാണ് കേട്ടോ നോക്കണത്. ഒരു കുറവും വരുത്തില്ല രണ്ടാൾക്കും. അപ്പോൾ അതാ ഓൻ്റെ ചായ അവിടെ കൊടുത്ത് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഇവിടെ പാപ്പുമോളെ കൂട്ടിലേക്ക് ആക്കിന്. കൊല്ലായിന്ന് ഞാൻ വേഗം കൂട്ടിലേക്ക് ഇട്ടണ്. നന്ദുവിനെ കൊണ്ട് ഇടിയിപ്പിച്ചതാണ്. അവൾക്കും ഇനി ചായ കൊടുക്കട്ടെ, എന്നിട്ട് വേണം ബാക്കി പണിയെടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അബി ഉറങ്ങുകയാണ്, ഓൻ എണീച്ചിട്ടില്ല. അപ്പോൾ ഓനെ ഞാൻ വിളിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഉറങ്ങി എണീക്കുമ്പോൾ എണീക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ രാവിലെ ഈ കാര്യങ്ങളൊക്കെ ഓൻ തന്നെയാട്ടെ ചെയ്യുക. നമ്മളൊക്കെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഓൻ തന്നെ രാവിലെ എണീച്ചാൽ ഓലെ രണ്ടാളെ കാര്യങ്ങൾ നോക്കണത് ഓൻ തന്നെയാണ്. ചില ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ മാത്രം ഇതിങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം അത് ഓക്കും ഞാൻ ഇന്ന് 2 ദോശ തന്നെ എടുത്തതാട്ടോ. അല്ലെങ്കിൽ ഓൾ ഒരു ദോശയ്ക്കേ തിന്നുള്ളൂ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് 2 ദോശ കൊടുക്കട്ടെ, ചിക്കൻ കറിയല്ലേ 2 ദോശ കൊടുക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ആളൊന്ന് മണത്തോക്കി ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് പിന്നെ തിന്നുള്ളൂ കേട്ടോ. ചില സമയത്ത് നമ്മൾ എന്തെന്നെ കൂട്ടിൽ കൊണ്ടുവച്ച് കൊടുത്താലും ആൾക്കൊരു മൈൻഡ് ഉണ്ടാവില്ല കേട്ടോ, തിന്നാതെ ഒരു മൂലയെ പോയിരിക്കും. ഇന്ന് എന്താ അറിയില്ല, അത് തിന്നാനുള്ളൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആൾ തിന്നുന്നുണ്ട് കേട്ടോ. ചിക്കൻ മുകളിൽ ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ആ 2 ദോശ ഇന്ന് തിന്നണം കേട്ടോ. നല്ല വിശപ്പുണ്ടായിന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിലും നല്ല അത്യാവശ്യം ചോറൊക്കെ തിന്നണം. ഇതേപോലെ ആ ചിക്കൻ കറി കൂട്ടിയിട്ട് തന്നെയാണ് രാത്രിയിൽ കൊടുത്തത്. ഞാൻ രാത്രി ഉണ്ടാക്കി വെച്ചതാണല്ലോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നല്ല ഉഷാറായിട്ട് കൂട്ടിൽ ഇനി നല്ലൊരു ഉറക്കം ഉറങ്ങും കേട്ടോ രണ്ടാളും. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ചോറ് കൊടുത്താൽ മതി. അപ്പോൾ ഓരെ കൊണ്ടൊരു ബുദ്ധിമുട്ടോ കാര്യമൊന്നുമില്ല, അത്രയൊക്കെ തന്നെയുള്ളൂ. ഓർക്ക് ഓരോ ആവശ്യമായ ഭക്ഷണം ഒന്ന് കിട്ടണം, ഓലൊന്ന് വൃത്തിയിൽ കൊണ്ടെടുക്കണം, ഓർക്ക് അതൊക്കെ മതി. അതൊക്കെ തന്നെയാണ് ഓല ആഗ്രഹങ്ങളിലെ. അപ്പം ഭക്ഷണം കൊടുക്കുമ്പോൾ ഓർക്ക് വയറ് നിറയാനുള്ളത് കൊടുക്കണം. അതെനിക്ക് നിർബന്ധമാട്ടോ. പേരിന് മാത്രം കൊടുക്കണതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഞാൻ എന്തെന്നെ പറയും, എനിക്ക് ഇല്ലെങ്കിലും ബാക്കി ചായൻ്റെ കടിയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കൊടുക്കൂട്ടോ ഒരിക്കലും. അപ്പോൾ അബിക്കും അങ്ങനെ തന്നെ. അബി തിന്നില്ലെങ്കിലും 2 നായ്ക്കുട്ടികൾക്കും കൊടുക്കൂട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓല വിശേഷങ്ങളാണ് കൂടുതലായിട്ടും പറയുന്നതല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ബായ്.